പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം ഇടിയപ്പവും അതിലേക്ക് കോമ്പിനേഷനായിട്ടുള്ളൊരു നേന്ത്രപ്പഴം സ്റ്റൂ ആണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതാ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ നല്ലപോലെ പഴുത്തിട്ടുള്ളൊരു 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഈ പഴം നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് കല്ലുപ്പൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് പുഴുങ്ങി. പഴം ഇതാപ്പോൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറി വരട്ടെ. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അതേ വറുത്ത അരിപ്പൊടിയാണ് ഇത്. ഞാനൊരു 1.5 കപ്പോളാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ആദ്യം നമുക്കൊന്ന് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ പുഴുങ്ങിയെടുത്ത പഴം തൊലി കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പഴുത്ത പഴവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുഴുങ്ങിയെടുത്തതുമാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. ഇപ്പോൾ അതുപോലെ നല്ലപോലെ തന്നെ പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പഴം അരച്ചത് എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ചെടുത്ത പഴമെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നമുക്ക് ആദ്യം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ പഴവും അരിപ്പൊടിയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ചിട്ടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. പഴമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തത് കൊണ്ട് മാവ് കുറച്ച് കുഴഞ്ഞ പരുവത്തിൽ തന്നെയാണുള്ളത്. അപ്പം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കുഴച്ചെടുത്താൽ മതി. മാവിൽ പെട്ടെന്ന് വെള്ളം കൂടിപ്പോട്ടെ, അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല തിളച്ചിട്ടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ കൈ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. മാവ് ഇതാപ്പോൾ കുഴച്ച് നല്ലപോലെ തന്നെ സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇടിയപ്പം അച്ചിലേക്കും ചില്ലിലേക്കൊക്കെ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഞാനിത് വാഴയിലയിലേക്കാണ് പിഴിഞ്ഞെടുക്കുന്നത്. വാഴയിലയിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മാവ് പിഴിഞ്ഞ് കൊടുക്കാം. വാഴയിലയിലേക്ക് തന്നെ പിഴിഞ്ഞെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ, നമുക്കിത് ഇഡ്ഡലി തട്ടിലേക്ക് പിഴിഞ്ഞും ചുട്ടെടുക്കാവുന്നതാണ്. പിന്നെ തേങ്ങ താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങ ഇല്ലാതെ നമുക്കിത് ചുട്ടെടുക്കാം. പിഴിഞ്ഞെടുത്ത വാഴയിലെല്ലാം ഞാൻ ഇഡ്ഡലി ചെമ്പിൽ ഒരു തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് മുമ്പേ തന്നെ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വാഴയിലെല്ലാം വെച്ച് കൊടുക്കുന്നത്. ഒരു 3-4 മിനിറ്റ് മതിട്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഏത്തപ്പഴം സ്റ്റൂ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇടിയപ്പത്തിന് എടുത്തിട്ടുള്ള അതേ അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴം നമുക്കൊന്ന് അങ്ങ് വഴറ്റിയെടുക്കണം. പഴതാ ഇതുപോലെ ഒന്ന് വഴറ്റി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം.
തിള വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദാ നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന അരിപ്പൊടിയുടെ ബാറ്റർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ലൊരു തിള വരുന്നത് വരെ കൈയെടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ദാ നല്ല പോലെ തന്നെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്കായ കുത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാല് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ ഇവിടെ ആയിട്ട് ഓരോ തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. ഇപ്പോൾ ദാ അവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ട് ഓരോ തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു വറവ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തൊന്ന് വറുത്തെടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ നമുക്ക് കാഷ്യൂനട്ട് ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വറവ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ദാ നമ്മുടെ ഇടിയപ്പവും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഈ ഒരു പഴം സ്റ്റൂവും കൂട്ടിയിട്ട് ഏത്തപ്പഴം ഇടിയപ്പം കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.